ഇനി പിന്നെയും കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, എല്ലാവരും ജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പ്രോബ്ലം നോട്ട് ചെയ്തു. A 5 meter high retaining wall is shown in figure below. Determine the Rankine active pressure on the wall. രണ്ട് കേസിലാണ് നിങ്ങൾ ആക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ക്രാക്ക്, സെക്കൻഡ് വൺ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ക്രാക്ക്. ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഹലോ, അതിന് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് സ്കെച്ച് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ എക്സാമിന് സാധാരണ സ്കെച്ച് തരാറില്ല, സ്കെച്ച് നിങ്ങൾ വരയ്ക്കണം. അപ്പൊ ഇതൊരു റീറ്റെയിനിങ് വോളാണ്. അപ്പൊ അതിന് സോയിലിന്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട് ഇതിനകത്ത്. ക്വസ്റ്റ്യന്റെ അകത്ത് 530 ഡിഗ്രി, പൊസിഷൻ C 5 kilonewton per meter square, unit weight of soil 17.5 kilonewton per meter cube. Retaining wall is 5 meter. So this is the question. ഇനിയിപ്പോ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും അതിന്റെ എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്റ്റീവ് കേസ് ആണെങ്കിൽ എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് K is 1 - sin 5 by 1 plus sin 5. 5 dash എന്ന് പറയുന്നത് എഫക്റ്റീവ് കണ്ടീഷൻ ആണ്, എഫക്റ്റീവ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 5 dash എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അൺഡ്രെയിൻ കേസ് ആണെങ്കിൽ നമ്മൾ 5 എന്ന് പറയും. എഫക്റ്റീവ് സ്ട്രെസ് ആണ് അസ്യൂം ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഈസ് 5 dash. അപ്പൊ ആ ഡീറ്റെയിലേക്ക് അധികം പോകണ്ട. 5 is given 30 degree. K is 1 - sin 5 by 1 plus sin 5 for active pressure. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ K ആദ്യം കണ്ടുപിടിക്കാം. 1 - sin 30 by 1 plus sin 30 which is 0.33. ഈ സ്കെച്ച് ലാസ്റ്റ് വരയ്ക്കാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ചെന്നുള്ളൂ. സ്കെച്ച് ഏറ്റവും അവസാനമാണ് വരയ്ക്കുന്നത്. ഇതെല്ലാം സോൾവ് ചെയ്തതിനു ശേഷം നമ്മൾ സ്കെച്ച് വരയ്ക്കാം. എത്രയും ക്ലിയർ ആയോ? ഹലോ, ഹലോ, ആരുമില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇത് ചെയ്യണല്ലേ, ഞാനിങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പോ കേസ് എന്താണ്? ഇറ്റ് ഈസ് എ കോഹസീവ് സോയിൽ. കോഹസീവ് സോയിൽ മീൻസ് ദർ ഇസ് കോഹഷൻ ഓൾസോ അലോങ് വിത്ത് ദ 5 പാരാമീറ്റർ. അപ്പൊ റാങ്കിന്റെ തിയറി പ്രകാരം, അക്കോർഡിംഗ് ടു റാങ്കിൻ, ഹി അസ്യൂം ദാറ്റ് സോയിൽ ഈസ് കോഹഷൻലെസ്. സോയിൽ കോഹഷൻലെസ് ആണെന്ന് പറഞ്ഞാണ് തിയറി ഡെവലപ്പ് ചെയ്തത്.
Appa idoru cohesive soil case aanu. That is why the equation is modified. If a cohesionless soil anengil only this part is the active pressure. Ka gamma h aayirikkum active pressure. Where Ka is the earth pressure coefficient for active case, gamma is the unit weight of soil, and h is the height of the retaining wall. Now here it is a case of cohesive soil, that is there is C as well as phi. So the active pressure is Ka gamma h minus 2C root Ka. So this is the expression which is to be used for cohesive soils. Cohesive soil means it is C phi soil. There is cohesion as well as angle of internal friction. So let us find the pressure at the top and at the bottom. ടോപ്പിലും ബോട്ടത്തിലും പ്രഷർ ഉണ്ട്. അത് പോരാ, അത് കൂടാതെ ഈ കേസിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ എന്താണ്, ഇതൊരു കോഹെസീവ് സോയിൽ ആൻഡ് ദർ ഇസ് എൻ ആക്റ്റീവ് പ്രഷർ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിലൊക്കെ പറഞ്ഞു, കോഹെസീവ് സോയിലിൽ whenever there is active pressure there is a probability of developing a tension crack in the soil layer. ആ ടെൻഷൻ ക്രാക്ക് എവിടെയാണ് എന്ന് നമുക്ക് അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഈ എൻറ്റയർ ലെയറിൽ എവിടെയെങ്കിലും ആയിരിക്കാം. ഇറ്റ് മേ ബി ഹിയർ, മേ ബി ബിലോ, എവിടെ വേണമെങ്കിലും ആവാം. So we don't know that. But tension crack in the criteria എന്താണ്? ടെൻഷൻ ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ active pressure becomes zero and there is a tension crack. So that is the criteria. അപ്പൊ ആക്റ്റീവ് പ്രഷർ സീറോ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഡെപ്തിലാണ് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം ദാറ്റ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ടോപ്പിൽ കണ്ടുപിടിക്കാം. സോ അറ്റ് ദ ടോപ്പ്, ഇത് ഞാൻ ജസ്റ്റ് എഴുതിയതാണ്, നിങ്ങൾ നോട്ട്സ് നോക്കുമ്പോൾ വായിച്ചാൽ മതി, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ മെയിൻ ഇക്വേഷൻ, ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് PA equal to KA gamma h minus 2C root KA. So now ഇതിൽ വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യാം. So Ka we know already, നമ്മൾ കണ്ടുപിടിച്ചു 0.33. Unit weight also given, and height will change from 0 to 4. Retaining, sorry, 5. Retaining wall height 5 meter ആണ്. അപ്പൊ ഹൈറ്റ് ടോപ്പ് നിന്ന് ബോട്ടം വരെ ranges from 0 to 5. H എന്ന് പറയുന്ന വാല്യൂ either you can represent it as H or you can represent it as Z. ചില ബുക്കുകളിൽ Z എന്ന് പറയും, ചില ബുക്കിൽ H എന്ന് പറയും. So height basically refer to the height of the soil layer from where it's starting and till where it is ending. അപ്പോൾ ഇവിടെ റിട്ടേണിംഗ് വാളിന്റെ ഹൈറ്റ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോയിലിന്റെ ഹൈറ്റ്. So Ka gamma h minus 2C root Ka, where C is the cohesion, and again Ka, you know, it is the pressure coefficient. So this is the equation, governing equation for active pressure. ഈ ഒറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് പ്രഷറിന്റെ രണ്ട് കേസും സോൾവ് ചെയ്യാം. either it is a cohesive soil or cohesionless soil. Only thing is, in cohesive soil you have to use the entire expression, but if it is a cohesionless soil then C becomes 0. So this term is no longer valid. Only this Ka gamma h will be there. So this equation can be used for both the cases. പറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കേസും സോൾവ് ചെയ്യാം. കോഹെഷൻലെസ്സിന്റെ കേസും സോൾവ് ചെയ്യാം, കോഹെസീവ് സോയിലിന്റെ കേസും സോൾവ് ചെയ്യാം. So substitute all the values. H നമുക്ക് അറിയില്ല, H is going to vary now, that you will know as you move forward. Minus 2 into 5 root of 0.33. Now PA becomes 5.83 H minus 5.74. This is the equation which we are going to use. ഇതൊരു ഇക്വേഷന്റെ ഫോർമുല ആണ്. ഇനി നമുക്ക് ഓരോ പോയിന്റിലും പ്രഷർ കമ്പ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഈസ് അറ്റ് ദ ടോപ്പ്. സോ ടോപ്പിലെ ഹൈറ്റ് 0 ആയിരിക്കും. സോ PA equal to H becomes 0 minus 5.74 kPa. ഒരു മിനിറ്റ്, ആരും ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. Now moving on to the second point. അപ്പൊ ഈ പോയിന്റ് ബി ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പോയിന്റ് മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ആ ഹൈറ്റ് എത്രയെന്ന് അറിയില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ബട്ട് യു നോ ദാറ്റ് ബിറ്റ്വീൻ എ ആൻഡ് സി ദർ ഈസ് എ പോയിന്റ് വെയർ ദിസ് പ്രഷർ ബിക്കം 0. ആ പോയിന്റ് ഏതാ നിങ്ങൾക്ക് അറിയില്ല, ബട്ട് യു നോ ദാറ്റ് pressure will definitely become 0 somewhere between this 5 meter. So you assume a point B, it exists anywhere between A and C. So PA at that point must be 0. That indicates a development of tension crack.
So ഈ ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴും കോഴ്സീവ് സോയിലാണ്. Whenever there is a cohesive soil and there is an active pressure condition, there will be a tension crack. Already I have explained this in the video lectures. അപ്പോൾ PA 0 ആവുന്ന കേസ്, so this equation becomes, here in this equation PA becomes 0. That means 5.83H is equal to 5.74. Or you find, from that you can find H, which is equal to 0.98 meter. Height 0.98, അതായത് സോയിലിന്റെ ഡെപ്ത് 0.98 മീറ്റർ എത്തുമ്പോൾ ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ there is a active pressure of 0 kPa. അപ്പൊ ആ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ചു, this is at a depth of 0.98 meter. So you have the point where pressure is 0. അപ്പൊ ടെൻഷൻ ക്രാക്ക് എവിടെ ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് പോയിന്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കുക. So ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. ക്രാക്ക് ഡെവലപ്സ് at height 0.98 meter. Now at the bottom at C where H is 5 meter. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഹൈറ്റിൽ യു സബ്സ്റ്റിറ്റ്യൂട്ട് 5 എന്നിട്ട് PA കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 23.41 kPa or kilonewton per meter square. എല്ലാ പ്രഷറും കിട്ടി. ഇനി അത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരയ്ക്കേണ്ടത്. So at the top you have the pressure, it is a negative value, so it is minus 5.74. So negative direction like ഒരു 5.74 വരയ്ക്കുക. ഇത് to the scale ഒന്നല്ല, ജസ്റ്റ് വരച്ചാൽ മതി. നമ്മള് സെമ്മില് എഫക്റ്റീവ് സ്ട്രെസ്സും സ്ട്രെസ് ഇൻ സോയിൽ കണ്ടുപിടിച്ചപ്പോൾ അതേപോലെ സ്ട്രെസ് ഡയഗ്രാം വരച്ചില്ല, അതേപോലെയാണ് ഇതും വരയ്ക്കേണ്ടത്. ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണോ നിങ്ങൾ റീറ്റെയിനിങ് വാൾ വരച്ചേക്കുന്നത് അതിന്റെ അഗെയിൻസ്റ്റ് തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇവിടെ വേണം അതിന്റെ പ്രഷർ ഡയഗ്രാം വരയ്ക്കാൻ. ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി സൂം ചെയ്ത് വരച്ചേക്കുന്നത്. അപ്പൊ ഇത് നെഗറ്റീവ് സൈഡിലേക്ക് 5.74 പോവും. ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ് നൗ, കാരണം സിയിലെ പ്രഷർ പോസിറ്റീവ് ആണ്. ഇറ്റ് ഈസ് 23.41. അതിന്റെ എവിടെയോ ആണ് ഈ ടെൻഷൻ ക്രാക്ക് ഉള്ളത്. അതിപ്പോ അതിന്റെ ഡെപ്ത് നമ്മൾ കണ്ടുപിടിച്ചു, 0.98 മീറ്ററിലാണ് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വാല്യൂ 0 ആവും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് വേരിയിങ് ലൈക്ക് ഫ്രം നെഗറ്റീവ് ഇറ്റ് ബിക്കംസ് 0 at point B. Then again it is increasing and finally at C it is 23.41. So this is the standard pressure diagram for a cohesive soil. ഇതിനകത്ത് ലെയർഡ് സോയിൽ ഒന്നുമില്ല, ഇതൊക്കെ സിംഗിൾ ലെയറിന്റെ കേസ് ആണ്. ലെയർഡ് സോയിലിന്റെ കേസ് ഓൾറെഡി ഞാൻ പ്രീവിയസ് വീഡിയോ ലെക്ചേഴ്സിൽ ഞാൻ തന്നിട്ടുണ്ട്. So it is a direct case of a single layer soil which is very easy to solve. കാര്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പൊ പ്രഷർ ഡയഗ്രാം വരെ ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയി സർ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഈ പ്രഷർ ഡയഗ്രാമിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കുറച്ച് സൂം ഇൻ ചെയ്ത് നോക്കുവാണെങ്കിൽ, ഹിയർ യു ഹാവ് എ നെഗറ്റീവ് പ്രഷർ ഓഫ് 5.74 and let us denote that pressure triangle as P1 and let us denote the bigger triangle as P2. And this is the diagram. Already ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, എവിടെയാണ് 0 വരുന്നത്, എങ്ങനെയാണ് 0 കിട്ടിയത്, അത് ഏത് ഹൈറ്റിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. സോ ദിസ് ഇസ് ദ പോയിന്റ് വെയർ ദർ ഇസ് എ ടെൻഷൻ ക്രാക്ക്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഈ പോയിന്റിലാണ് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രഷറും ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്തതിനു ശേഷമുള്ള പ്രഷറും. അപ്പൊ ക്വസ്റ്റ്യനിലെ പ്രഷർ എന്ന് പറയുമ്പോൾ ദേ ആർ ഓൾവേസ് ആസ്കിങ് ഫോർ ദ ഫോഴ്സ്. പ്രഷർ ഫോഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ടേം ഇല്ല ശരിക്കും. ബട്ട് പ്രഷർ ഫോഴ്സിനെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ത്രസ്റ്റ്, നോട്ട് ദ ത്രസ്റ്റ്, ഇറ്റ് ഈസ് ദ ഫോഴ്സ്. ആക്റ്റീവ് ഫോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രഷർ, ടോട്ടൽ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ആസ്കിങ് ടു ഫൈൻഡ് ദ ഓവറോൾ പ്രഷർ, P1 P2 ഇല്ലെങ്കിൽ P ക്യാപിറ്റൽ P, ഓവറോൾ P. ദിസ് ഇസ് ദ P ഫോർ ദ എൻറ്റയർ ഡയഗ്രാം. അതാണ് അവർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ PA വരെ കണ്ടുപിടിച്ച് വെക്കരുത്, ഈ ടോട്ടൽ P കണ്ടുപിടിക്കണം. ഇഫ് ദേ ആസ്ക് ടു ഫൈൻഡ് ദ ടോട്ടൽ പ്രഷർ. സിമിലർലി in question they may ask to find the line of action of that pressure. Appo orpichu, it is the total pressure, and line of action of pressure is always you measure it from the base of the pressure diagram. Pressure diagram illengil written on the base in etra height ilana pressure ennulladana nammal denote cheyundad. For that you always take moment at C. Already these have been discussed in previous video lectures. Anyway, here also again I will discuss.
So there are two cases. First case is whenever there is a crack before development of crack. Crack development മുമ്പുള്ള condition crack development ശേഷമുള്ള condition. So crack development what happens, this much soil is collapsing. പിന്നെ ഈ pressure ഇല്ല ഇവിടെ. For crack development you have this negative pressure. So let us consider the first case where there is a crack, where there is no crack. So before formation of crack, we consider both the areas. This P1 and P2 is under consideration before crack formation. So keep this in mind. Negative area varum, positive area varum. So first of all, find P1, that is area of the first triangle. That is 1/2 into half BH. B is actually the pressure and this is the height, 0.98. Similarly, P2 is half BH, half 23.41 into 4.02. So that you have P1 is negative, P2 is positive. So you have the total pressure as minus 2.81 plus 47.05, which is 44.24 kilonewton. So you have the total pressure. Now, how will you find the line of action of this pressure? Appo line of action kandupidikkanayitte about the point C you take moment due to these triangles. Appo first triangle nu parayunna etra aayirikkum idinte moment of this area. So this area into moment about C nu parayumba distance from this centroid, that is ividanne ividam vare etra aayirikkum 2/3 of this height. From this centroid to this line, it is 2/3 of this triangle, height of the triangle, plus this distance, that will be the distance or lever arm for this area. Similarly, for this triangle, it is 1/3 from the base. Triangle centroid angle 2/3 from apex and 1/3 from base. So you find take the moment for bigger area into 4.02 by 3. Appo idinte 1/3 distance eduthu. Now smaller area negative ആണ്, so it is a negative minus 2.8681 ആണ്, അത് തെറ്റിപ്പോയതാണ് കേട്ടോ. Minus 2.81 into 0.98 into 23. 0.98 ഇത് ഈ ഡെപ്ത് ആണ്, അതിന്റെ 2/3 height from here till this line plus this distance 4.02. അപ്പൊ ഇതിന്റെ മൊമെന്റ് കണ്ടുപിടിച്ചു, ഇതിന്റെ മൊമെന്റ് കണ്ടുപിടിച്ചു. Now Z bar is the line of action. Z bar is for the total pressure. So total pressure is P. P into Z bar equal to area of first triangle into and lever arm minus area of second triangle into and lever arm minus, because this area is negative. Now this capital P we already know it is 44.24. So divide with 44.24. You get the line of action of force as 1.12 meter. That is 1.12 meter from the base of the retaining wall or from here. ഇതാണ് retaining wall base. ഇപ്പൊ ഈ ഫിഗറിലേക്ക് പോകണമെങ്കിൽ this is the base of the retaining wall. അപ്പൊ ഇവിടെ നിന്ന് 1.12 meter ഏതാണ്ട് ഇവിടെയാണ് ആ total pressure act ചെയ്യുന്നത്. So this is the line of action of that total pressure P. So that is the case before the formation of crack. Now let us move on to the next condition after formation of crack. So before formation of crack, definitely there is a negative pressure. Once the tension crack is developed, that top portion, that is the negative, the soil creating the negative portion is collapsed. So it won't create any pressure or it won't have any contribution now. So now you consider only the positive pressure. Appo negative pressure considerenda avashyamilla. Once there is a crack. So only consider the positive pressure. Appo ee pressure മാത്രമാണ് consider ചെയ്യേണ്ടത്. So find the moment. So now no need to find any moment. ഈ pressure നിങ്ങൾക്ക് അറിയാം, that force is already computed. P2 is 47.05 and it definitely act at 1/3 height of this triangle. ഈ triangle 1/3 height നിന്നായിരിക്കും ഈ pressure act ചെയ്യുന്നത്. So already you have got the value, it is 1.34 meter. So these are the two conditions. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്രാക്ക് ഡെവലപ്പ് ചെയ്തതിനു ശേഷവും ക്രാക്കിന് മുമ്പും എന്താണ് ടോട്ടൽ പ്രഷറും അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ചിലപ്പോൾ 5-6 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ജസ്റ്റ് അതിന്റെ ഹൈറ്റ്, അതിന്റെ ഒരു ക്രിട്ടിക്കൽ ഹൈറ്റിന്റെ പ്രോബ്ലം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പ്രോബ്ലം ക്ലിയർ ആയോ?
ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. ഓൾറെഡി വീഡിയോ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ റെക്കോർഡിംഗ് ഞാൻ അയച്ച് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വർക്ക്ഔട്ട് ചെയ്യണ പാർട്ട് നോക്കാൻ പറ്റും. പാരലലി ആരെങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയോ ഈ പ്രോബ്ലം? ഹലോ, ഹലോ, നോക്കില്ലായിരുന്നു സാർ. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിന്? മനസ്സിലായി. ലാസ്റ്റ് സ്ലൈഡ് കാണിക്കോ? ലാസ്റ്റ് ഏത് പോർഷൻ? ഇതാണോ ലാസ്റ്റ് ക്രാക്ക് കഴിഞ്ഞിട്ടുള്ളത്? ഏതേതാ? ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് ഫോർമേഷൻ, ആഫ്റ്റർ ഫോർമേഷൻ ഇതാണോ? ആ സാർ തന്നെ. ക്രാക്ക് ഫോം ചെയ്ത ആ മുകളിലത്തെ സോയില് പോയി, പിന്നെ ആ സോയിലും കൊണ്ട് നമുക്ക് പ്രഷർ ഇല്ല. മനസ്സിലായോ? അവിടെ ആ സോയിലിന്റെ നെഗറ്റീവ് പ്രഷർ ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ താഴത്തെ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തത്. ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഈ 5.74, ഈ 23.41 എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് പ്രഷർ, ദാറ്റ് ഈസ് ഫോഴ്സ് പെർ ഏരിയ, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. നിങ്ങളോട് പറയുന്ന റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും പലപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രഷർ കണ്ടുപിടിച്ചിട്ട് ഈ ഡയഗ്രാം വരച്ചു വെക്കും. അവിടെ അത് നിങ്ങൾക്ക് വേറെ അത് എന്താണ് നെഗറ്റീവ് എഫക്റ്റ് ആണ്. കാരണം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം വളരെ എളുപ്പമാണ്. പിന്നെ ജസ്റ്റ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, അതിന്റെ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ടോട്ടൽ പ്രഷറും അതിന്റെ ലൈൻ ഓഫ് ആക്ഷനും കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ 3 മാർക്കായിരിക്കും. അപ്പോൾ 10 മാർക്കിൽ 7 മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഈ ഡയഗ്രാം വരെ വരച്ചാൽ. ചിലപ്പോൾ ഓരോ വാല്യൂഷൻ അനുസരിച്ചായിരിക്കും. ആ സ്കീമിൽ ചിലപ്പോൾ ഈ പ്രഷർ ഡയഗ്രാം മാത്രമാണെങ്കിൽ 6 മാർക്സ് ആയിരിക്കും അവിടെ വരെ ഉള്ളത്. ബാക്കി ചിലപ്പോൾ 4 മാർക്കും പോകും. അതിന്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ പ്രഷർ എന്നോ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ, അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എവിടെയാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്ന ഈ ക്യാപിറ്റൽ പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഓവറോൾ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി സോയിൽ ഓൺ ദ റീറ്റെയിനിങ് വോൾ. അപ്പൊ ഈ പ്രഷർ എന്ന് പറഞ്ഞ ടെർമിനോളജി ആയിട്ട് കൺഫ്യൂഷനും വരരുത്. ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രഷർ ഫോഴ്സ്, ദ ഫോഴ്സ് ഓഫ് ദ സോയിൽ ആക്ടിങ് ഓൺ ദ റീറ്റെയിനിങ് വോൾ. അപ്പൊ ടെർമിനോളജി ആയിട്ട് പല സ്റ്റുഡൻസിനും എപ്പോഴും ഒരു പ്രോബ്ലം വരും. അപ്പൊ ഇവിടം വരെ വരച്ചു വയ്ക്കും, എന്നിട്ട് വേഗം ഫുൾ മാർക്ക് കിട്ടില്ല എന്ന് പറയും. ആക്ച്വലി ഈ പാർട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം, ആ പ്രഷറും ലൈൻ ഓഫ് ആക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. ഇപ്പൊ ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ആക്റ്റീവ് പ്രഷറിന്റെ എല്ലാ കേസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പി എ ഈക്വൽ ടു കെ എ ഗാമ എച്ച് മൈനസ് 2c√k ഉണ്ടെങ്കിൽ ഏത് കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് എ കോഹെസീവ് സോയിൽ 5mco ഉള്ള കേസ് ആണെങ്കിൽ ഈ എൻ്റയർ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി കോവിഷണൽ സോയിലിന്റെ പ്രോബ്ലം ആണ് വരുന്നെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ദിസ് ടേം കെ ഇൻറ്റു ഗാമ എച്ച്. അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമിലർലി പാസീവ് പ്രഷർ, പാസീവ് പ്രഷറിൽ ഒന്നുമില്ല, ഇവിടെ പ്ലസ് ആവും, വേറെ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ദിസ് ഈസ് പി പി, ദിസ് ബിക്കംസ് കെ പി. കെ പിയുടെ ഫോർമുല മാറും, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അത് ഇപ്പൊ അടുത്ത പ്രോബ്ലം പാസീവിന്റെ ആണ്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകണം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോയിക്കോട്ടെ. ഹലോ, പോവാം സാർ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചിലപ്പോൾ 15 മാർക്സിനൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഈ മൊഡ്യൂളിൽ മെയിൻ ആയിട്ട്, ഈ മൊഡ്യൂളല്ല ഈ സബ്ജക്റ്റിൽ തന്നെ മെയിൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അറിയാം ഒരു 70% പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ തിയറി പഠിച്ചിട്ട് എക്സാം എഴുതാം എന്നുള്ളൊരു നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം. പ്രോബ്ലംസ് നന്നായിട്ട് സോൾവ് ചെയ്യാം. ഫോർമുലാസ് പലപ്പോഴും ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ബൈഹാർട്ട് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സോൾവ് ചെയ്യുന്നവർക്ക് സോൾവ് ചെയ്യാം കേട്ടോ. പാരലലി ഇപ്പൊ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പോകാം. അപ്പൊ ഒരു ഐഡിയ കിട്ടും. എന്തായാലും വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്. റെക്കോർഡിംഗ് ആണ് വീഡിയോ. Okay, so move on to the next problem. Determine the Rankine passive force per unit length of the wall shown below.
അപ്പൊ ഒരു റിട്ടേണിംഗ് വോൾ തന്നിട്ടുണ്ട്. ഇതാണ് റിട്ടേണിംഗ് വോള്. ഇവിടെ പാസീവ് കേസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് എ പാസീവ് പ്രഷർ കണ്ടീഷൻ. വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്, ഞാൻ ഫിഗറിൽ വരയ്ക്കാൻ വിട്ടുപോയി. ഒരു മിനിറ്റ്, ആരും ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത്? ഇത്രയും ലേറ്റ് ആയിട്ട് 10 ഓക്കെ. സോ ഈ പ്രോബ്ലത്തില് ഇതൊരു 2 ലെയർ സോയിലാണ്. മുകളിലത്തെ ലെയറിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ നോക്കിയാൽ അറിയാം. 5 = 30 ഡിഗ്രി, കോവിഷൻ ഈസ് 0 ആൻഡ് ഗാമ ഈസ് 18 kN/m3. സോയിലിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, സോയിലിന്റെ പ്രോപ്പർട്ടി. ദിസ് ഈസ് കോൾഡ് ദ സോയിൽ പ്രോപ്പർട്ടി. ദ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ആർ ഗിവൺ. ആൻഡ് ഫോർ ദ ബോട്ടം ലെയർ ഇറ്റ് ഈസ് 5 ഈസ് ഡിഫറെന്റ്. ഇവിടെ 30 ആണ്, ഇവിടെ 24 ആണ്. അതുപോലെ ഇവിടെ കോഴ്സൽ സോയിൽ ആണ് താഴെ, മുകളിലെ കോഴ്സൽ സോയിൽ ആണ്. അപ്പൊ 2 ഡിഫറെന്റ് ലെയർ. സോ ഇറ്റ് ഇസ് എ കേസ് ഓഫ് 2 ലെയർ സോയിൽ. അപ്പൊ മൾട്ടി ലെയർ സോയിലിന്റെ കേസാണ്. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. ഹിയർ ദർ ഇസ് എ വാട്ടർ ടേബിൾ. ഇവിടെ ഒരു വാട്ടർ ടേബിൾ ഉണ്ട്, അതായത് ഈ സോയിൽ സബ്മർജ്ഡ് ആണ്, ഓർ ഇറ്റ് ഇസ് സാച്ചുറേറ്റഡ്. സോ അറ്റ് ആഫ്റ്റർ 2 meter ദർ ഈസ് ഓൾസോ എ വാട്ടർ ടേബിൾ ഹിയർ. അപ്പൊ ഈ സോയിൽ എന്ന് പറയുന്നത് താഴത്തെ സോയില് കോഴ്സീവ് ആണ്, അത് വാട്ടർ ടേബിൾ ഉണ്ട്, അവിടെ സാച്ചുറേറ്റഡ് സോയിൽ ആണ്. മുകളിലത്തെ സോയില് മോയ്സ്റ്റ് സോയിൽ ആണ്, ആൻഡ് ഇറ്റ് ഈസ് കോവിഷണൽ സോയിൽ. Now here also passive force കണ്ടുപിടിക്കാനായിട്ട് ഓൾറെഡി പറയുന്നുണ്ട് പെർ യൂണിറ്റ് ലൈൻ. ദാറ്റ് മീൻസ് നിങ്ങൾ ആ ക്യാപിറ്റൽ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓവറോൾ പ്രഷർ ഫോഴ്സ് ഡ്യൂ ടു ദിസ് എർത്ത് പ്രഷേഴ്സ്, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് എ കേസ് ഓഫ് പാസീവ് പ്രഷർ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എർത്ത് പ്രഷർ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനും മാർക്കുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഒരിക്കലും ഫിഗർ തരത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഫിഗർ വരയ്ക്കാനായിട്ട് ഒരു 1 മാർക്ക് ഫിഗർ വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എർത്ത് പ്രഷർ കോഫിഷ്യന്റ്സ് കണ്ടുപിടിക്കാനാണ്, അതിനൊരു 2 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഓവറോൾ ഈക്വേഷൻ ലൈക്ക് 1 or 2 മാർക്സ് അതിന്. അപ്പൊ 4-5 മാർക്ക് അതിന് തന്നെ കിട്ടി. പിന്നെ കാൽക്കുലേഷൻ പാർട്ടിന് ഒരു 3 മാർക്സ്, ആ ഫിഗർ ഫൈനൽ ഫിഗറിന് ഒരു 1 മാർക്ക്. പിന്നെ ലാസ്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് 2-3, അങ്ങനെയാണ് ഈ 10 to 15 മാർക്സ് വരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റേഞ്ച് ചെയ്യാം. അപ്പൊ എപ്പോഴും ഒന്നും അറിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക, ഈ പ്രഷർ കോഫിഷ്യന്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഴുതാം. അതുപോലെ തന്നെ ഈ ഓവറോൾ ഫോർമുല എഴുതാം. പിന്നെ കഴിയുന്ന അത്രയും കാൽക്കുലേഷൻസ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഒരു 15 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും യു ക്യാൻ സ്കോർ ലൈക്ക് മോർ ദാൻ 50% മാർക്സ്. അതായത് ഒരു 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ 6-7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ സ്കോറിംഗ് ചാൻസ് ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല, എന്ത് പ്രോബ്ലം ആണെങ്കിലും. സോ ഫസ്റ്റ് ഫൈൻഡ് ദ എർത്ത് പ്രഷർ കോഫിഷ്യന്റ്. അപ്പൊ പാസീവ് കേസിന് എർത്ത് പ്രഷർ കോഫിഷ്യന്റ് ഈസ് 1 + sin phi / 1 - sin phi. സോ ഇതാണ് ഡിഫറൻസ്. ആക്റ്റീവ് കേസിൽ ഇറ്റ് ഈസ് 1 - sin phi / 1 + sin phi, and for passive case it is Kp is 1 + sin phi / 1 - sin phi. That is the only difference between the active pressure and passive pressure. ഞാൻ ഓൾറെഡി വീഡിയോ ലെക്ചേഴ്സിൽ പറഞ്ഞു, പാസീവ് പ്രഷർ ഇസ് ഗ്രേറ്റർ ദാൻ ദ ആക്റ്റീവ് പ്രഷർ ബിക്കോസ് ദാറ്റ്സ് വൈ ദിസ് കോഫിഷ്യന്റ് ഓൾസോ ഹയർ. സോ ഫൈൻ Kp1. 2 ലെയർ ഉണ്ട്, അപ്പോൾ ഓരോ ലെയറിനും Kp കണ്ടുപിടിക്കുക. Kp1 for layer 1 is 3. You just substitute the angle, you will get the value. Kp2 for layer 2 is 2.37. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദ ആംഗിൾ ഇൻ ഡിഗ്രീസ് ഇത് റേഡിയനിലേക്കൊന്നും കൺവേർട്ട് ചെയ്യരുത്, ഇങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ഔട്ട് Kp1 Kp2. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വാല്യൂനെ കിട്ടും. 1 + sin 30 എന്ന് പറഞ്ഞാൽ sin 30 is 0.5, so 1.5 / 0.5, so it is 3. Similarly find the Kp2. ഇപ്പൊ 2 ലെയറിന്റെയും Kp കിട്ടി. Now the value of how to find the Pp. Now here the governing equation is Kp gamma h plus 2c root Kp. But previous case it was Ka gamma h minus 2c root Ka, and here it is Kp gamma h plus 2c root Kp. So if you know all both the equations Pa and Pp, ഈ entire module എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. Pp which is Kp gamma h plus 2c root Kp, and Pa which is Ka gamma h minus 2c root K, and obviously you must know what is Ka and Kp.
then you can solve all the questions from this module. Okay. So now let us move on to the problem. So here height vary from 0 to 4 from top to bottom. Top we always take it as 0, and at 2 meter depth there is a transition of the soil property. Another soil is coming, and also there is a water table. So this is the complexity in this problem. And also now let us find the pressure at various heights. അപ്പോൾ ഇവിടെ 3 കണ്ടീഷൻ ആണ്. ഒന്ന് ടോപ്പിൽ ഹൈറ്റ് 0 ആയിരിക്കും. ബി 2 കണ്ടീഷൻ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബിയില് ഒന്ന് സോയില് പ്രോപ്പർട്ടി മാറുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പൊ ഈ രണ്ടിന്റെ എഫക്ട് അവിടെ വരും. ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് അറ്റ് സി ഇറ്റ് ഈസ് ദ ബോട്ടം ലെയർ. സോ ഓൾ ദ എഫക്ട് ഓഫ് സോയിൽ വിൽ കം ഓൺ ദ ലെയർ സി. എല്ലാ സോയിലിന് കാരണമുള്ള lateral pressure ആയിരിക്കും സിയിൽ വരുന്നത്. It will be the highest value. Just common sense. You know that as you go down, the earth pressure will increase because earth pressure is actually due to the vertical stress of the soil. So at top height ഞാൻ നേരത്തെ പറഞ്ഞു, you can either use h or use z. അത് ഓരോ ബുക്കിൽ ഓരോ പോലെ ആയിരിക്കും. ഞാനിവിടെ h എന്ന് മീൻ ചെയ്യുന്നത് ടോപ്പ് തൊട്ട് ബോട്ടം വരെയുള്ള ഹൈറ്റ് ആണ്. It is not the total height. Okay, so don't get confused with the term h. Here I clearly mentioning that h is varying from 0 to 4 meter. And over depth wise it will change as you go down. So for the top, the passive pressure is 0. You know, height is 0, so definitely pressure is 0. There is no pressure at the top, and also the soil is cohesionless. So this term also will be 0. So overall PP is 0. Now moving on to the layer B. ഞാൻ നേരത്തെ വീഡിയോ ലെക്ചറിൽ ഇതേപോലത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഇതാണ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണിത്. നിങ്ങൾ ബിയിലെ പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ ഹിയർ there is a transition in the soil. So definitely there is a pressure due to the top soil, and because of this soil there will be a pressure at the interface. So whenever you find the pressure at a transition phase where the soil property is changing, you will have two earth pressures, just above the line and just below the line. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ 2 earth pressure നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യണം, just above this line and just below this line. It is actually because whenever you compute the earth pressure, there is effect of earth pressure due to the top soil on the bottom layer. So അതുകൊണ്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. But while computing, this soil is taken, not the bottom soil. So that is very important. അപ്പോൾ ഇന്റർഫേസിൽ എപ്പോഴും 2 പ്രഷർ വരും. ഇതേ സോയിലിന്റെ തന്നെ പ്രഷറാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, എർത്ത് പ്രഷറാണ് കണ്ടുപിടിക്കുന്നത്. ബട്ട് ഓൺലി ഡിഫറൻസ് ഈസ് ടോപ്പിൽ കണ്ടുപിടിക്കുമ്പോൾ ഈ സോയിലിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുക, അതായത് ഈ 5 വാല്യൂ അപ്ലൈ ചെയ്യുക, വെയിറ്റ് ഇത് തന്നെയായിരിക്കും. ബോട്ടത്തിൽ വരുമ്പോൾ വെയിറ്റ് ഈ സോയിലിന്റെ തന്നെയായിരിക്കും, ടോപ്പ് ലെയറിന്റെ സോയിലിന്റെ തന്നെയായിരിക്കും. ബട്ട് പ്രോപ്പർട്ടി യൂസ്ഡ് ഓർ ദ earth pressure coefficient used is for the bottom soil. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിൽ വെക്കാം. This happens only when there is a change in soil property and there is an interface. അവിടെ ഒരു ഇന്റർഫേസിന്റെ കണ്ടീഷൻ വരുന്നത്. അപ്പൊ അവിടെ ഈ ലൈനിന്റെ തൊട്ട് മുകളിലെ തൊട്ട് താഴെയുള്ള പ്രഷർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ സാർ, ഇപ്പൊ സി വാല്യൂ സെയിം ആണ് രണ്ടിലെങ്കിലും, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണോ? സി വാല്യൂ സെയിം ആണ് 2 ലെയറിലും, സി വാല്യൂ സെയിം ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കണോ? ഇങ്ങനെ മനസ്സിലായോ? C5 പാരാമീറ്റർ മാറുന്നു എന്നുള്ളതാണ് സോയിൽ പ്രോപ്പർട്ടി മാറുന്നത്. ഇപ്പൊ ഈ C5 സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് ദ സെയിം സോയിൽ. ഇപ്പൊ ഇവിടെയും C10 ഡിഗ്രി ആണെങ്കിൽ, അല്ല C10 kp ഇത് 30 ആണെങ്കിൽ ഇത് ഒരേ സോയിൽ അല്ലേ? അപ്പൊ സോയിൽ പ്രോപ്പർട്ടി മാറുന്നില്ല. അപ്പൊ നമ്മൾ ടോപ്പും ബോട്ടത്തിലും കണ്ടുപിടിക്കുന്ന ആവശ്യമില്ല. കണ്ടുപിടിക്കുന്നത് അത് തന്നെയായിരിക്കും താഴെയും വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, വാട്ടർ ടേബിൾ വരുമ്പോഴും ആ എഫക്ട് ഉണ്ട്. ഇപ്പൊ വാട്ടർ ടേബിളിന്റെ കേസ് ആണെങ്കിലും ഇതേ സിറ്റുവേഷൻ ആണ്. അവിടെ ഇന്റർഫേസ് ആണ്. കാരണം മുകളിലത്തെ സോയിൽ സാച്ചുറേറ്റഡ് അല്ല, താഴത്തെ സോയിൽ സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ താഴത്തെ ഇത് കണ്ടുപിടിക്കുമ്പോൾ അതിനനുസരിച്ച് അതും മാറും. അപ്പൊ ആ പ്രോബ്ലം ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ.
അത് ആ പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് ആ ഐഡിയയും കിട്ടും. ഞാൻ എല്ലാ കേസും സോൾവ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ടേബിൾ ഉള്ള കേസ് എങ്ങനെയായിരിക്കും, സോയിൽ പ്രോപ്പർട്ടി മാറുന്ന കേസ് എങ്ങനെയായിരിക്കും. ഇതൊരു കമ്പൈൻ കേസാണ്. സോയിൽ പ്രോപ്പർട്ടി മാറുന്നുണ്ട്, വാട്ടർ ടേബിളും there is also വാട്ടർ ടേബിൾ. അപ്പൊ ഈ ഇന്റർഫേസിന്റെ പ്രോബ്ലം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. സോയിൽ മാറുന്നു. സി ഹിയർ ദ 5 ഈസ് ഡിഫറെന്റ്. 530 ആണ്, ഇവിടെ 24 ആണ്. സിയും ഡിഫറെന്റ്. എല്ലാ രീതിയിലും മുകളിൽ ഒരു കോഷ്യൻലെസ് സോയിലാണ്, താഴെ ഒരു കോഴ്സീവ് സോയിലാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ സോയിലിന്റെ പ്രോപ്പർട്ടി മാറുന്നുണ്ട്, പോരാത്തിന് വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പൊ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഈ പെർട്ടിക്കുലർ ലെയർ, അതായത് ബി വെൻ യു ഫൈൻഡ് ദ പ്രഷർ, മുകളിലത്തെ പ്രഷർ കണ്ടുപിടിക്കുക. അതിന് ഈ വെയിറ്റ് തന്നെ ആയിരിക്കും, ദാറ്റ് ഈസ് 16. വെയിറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യുക. കെ വാല്യൂ അല്ലെങ്കിൽ ഇവിടെ കെ പി ആണ്. സോ കെ പി വിൽ ബി ഫോർ 5 = 30°. താഴെ വരുമ്പോൾ മീൻസ് ബോട്ടം ലെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് തന്നെ എടുക്കുക, 16 തന്നെ എടുക്കുക. ബട്ട് വാല്യൂ എടുക്കുമ്പോൾ കെ പി ഈസ് ഫോർ 24° ആൻഡ് ഓൾസോ ദർ ഇസ് എഫക്ട് ഓഫ് സി, 2c√k കൂടി കെ പിയും കൂടി വരും. അത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. So see here, at 2 meter depth, you find the PP for top layer and also PP for bottom layer. So for top layer, it is straightforward. ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. KP1 already നിങ്ങൾ കണ്ടുപിടിച്ചു for 530° into the weight of the vertical stress. What is this? 16 into 2 is the vertical stress. Unit weight of soil into the height of the soil. 16 into 2. So vertical stress into KP1. So already you have that 96 KPa. ഇനി ബോട്ടം ലെയറിൽ വന്നു, ജസ്റ്റ് ബിലോ ദാറ്റ് ലെയർ. ഈ ബോട്ടം ലെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ബിലോ, ഇവിടെ ജസ്റ്റ് എബവ്, ജസ്റ്റ് ബിലോ. രണ്ട് കേസാണ്, ഇന്റർഫേസ് ആണ് ഇതിനെ പറയുന്നത് നമ്മൾ. സോ ജസ്റ്റ് ബിലോ ഇറ്റ് ഈസ് ഹലോ സർ, വെർട്ടിക്കൽ സ്ട്രെസ് സെയിം ആണ്. പറഞ്ഞു സാർ. ഫസ്റ്റ് കേസിൽ കെ 0.3 അല്ലേ? കെ അല്ല, കെ പി ആണ്. ഇത് പാസീവ് അല്ലേ? അതെ അതെ, KP1 0.3 അല്ലേ വരുന്നത്? കെ പി അങ്ങനെ 0.3 വരുന്നത്. കെ പിയുടെ ഇക്വേഷൻ എന്താ? 1 + sin⁵ 1 - sin⁵ അല്ലേ? അതെ അതെ. അപ്പൊ 1 + sin⁵ എത്രയായിരിക്കും? 1 + sin⁵ എന്ന് പറയുന്നത് 1 + sin⁻30 1.5 അല്ലേ? അപ്പൊ KP3 ഇതാണ് എല്ലാരും തെറ്റിക്കുന്നത്. KPയുടെ അവിടെ കൊണ്ടുപോയി 0.33 എഴുതി വെക്കും. പാസീവ് പ്രഷർ ആണ് KP എന്ന് പറയുന്നത്. K എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രഷർ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രഷർ ഡയഗ്രാം ഒരു പ്രാവശ്യം വരച്ച് കാണിച്ചു വിത്ത് ഒരു മിനിറ്റ്. ഇപ്പൊ അത് കാണിക്കാം. അപ്പൊ അത് കാണുമ്പോൾ ക്ലിയർ ആവും. ഈ ഫിഗർ ഓർമ്മയുണ്ടോ? ഞാൻ വീഡിയോ ലെക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ ഒറ്റ ഫിഗറിൽ നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കംപ്ലീറ്റ് ഐഡിയ ആണ്. കാരണം ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ട് പ്രഷർ വൈ ആക്സിസിൽ കാണിക്കണം ഇവിടെ. അപ്പൊ വോൾ മൂവ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്, ഈ എക്സ് ആക്സിസിൽ കാണിക്കുന്നത്. അപ്പൊ വോള് ടുവേർഡ്സ് ദ ബാക്ക് ഫിൽ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ കേസ് ഓഫ് പാസീവ് പ്രഷർ. പാസീവ് പ്രഷർ ഈസ് ഓൾവേസ് ഹയർ. പോസിറ്റീവ് സൈഡ് ആണ്. പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ട, ഇത് മിനിമം മാക്സിമം അങ്ങനെ എടുത്താൽ മതി. ബിക്കോസ് ആക്റ്റീവ് പ്രഷർ ഇസ് നോട്ട് നെഗറ്റീവ് പ്രഷർ, ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ് പ്രഷർ. And if the wall is if the backfill is moving towards the retaining wall, or if the wall is moving away from the backfill, then it is a case of active pressure. So always PA is less than PP. So that is why the coefficient values are taken like that. PA എന്ന് പറയുന്നത് 1 - sin⁵ 1 + sin⁵ ഉം PP എന്ന് പറയുന്നത് 1 + sin⁵ 1 - sin⁵ ആയിട്ട് വരുന്നത്. ഇത് ആക്ച്വലി ഇതിന്റെ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഈ PA യും PP യും അതുപോലെ ആ കോഎഫിഷ്യൻസും. ഡെറിവേഷൻ പാർട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ബിക്കോസ് ഇറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. PP being a higher value, KP is 1 + sin⁵ 1 - sin⁵, and PA being a smaller value, KA is 1 - sin⁵ 1 + sin⁵. Above for an angle 30°, KA is 0.33, and for the same angle KP is 3. That is why this pressure is high. Magnitude of PP is high. Okay. Okay sir, okay. Now moving on to the problem. Okay. അപ്പോൾ
ടോപ്പ് ലെയറിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ഈ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ലാറ്ററൽ പ്രഷർ അല്ലെങ്കിൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ലാറ്ററൽ പ്രഷർ ആണല്ലോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ദ എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ വെർട്ടിക്കൽ സ്ട്രെസ്. Vertical stress is nothing but the weight of the soil, unit weight of soil into the height of the soil. അപ്പോൾ ഇവിടെയും vertical stress, this is the vertical stress. കുറച്ച് നല്ല കൃത്യമായിട്ട് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അറിയാം, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അറിയാം, this is the vertical stress and this is the earth pressure coefficient. Or you can call earth pressure coefficient as the ratio of the horizontal stress by vertical stress. അങ്ങനെയും നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം, earth pressure coefficient. So I am not going into too much detail. So that is how you find the pressure for top layer. Now for bottom layer, ഇത് ഒരേ പോയിന്റിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബി എന്ന് പറഞ്ഞാൽ ഈ ലെയറിൽ തന്നെയാണ് ഞാൻ ടോപ്പിലും ബോട്ടമിലും കണ്ടുപിടിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഇന്റർഫേസ് വരുന്നത്? where there are different soil or where there is a water table, you have to find the pressure like this, just above and just below. So PP bottom layer is KP2 into, again the effective stress is coming 16 into 2 vertical stress, and the effect of the soil 2 into C root KP2. KP2 already we controlled, it is 2.37 into 32 plus 20 root 2.37, it is 106.6. So now if you see the pressure diagram, in the pressure diagram like idea the pressure diagram pressure is 0 at the top, and at B just above this line it is 96, and just below this line it is 106. അതാണ് ഞാൻ ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. സോ ആ പ്രഷർ ഡയഗ്രാം അങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. കാരണം ഈ സോയിൽ കാരണം എന്തായാലും ഇവിടെ ഒരു വെർട്ടിക്കൽ ഇത് എന്താണ് പ്രഷർ ഉണ്ട്. സോ ദാറ്റ് ഓൾസോ മസ്റ്റ് ബി അക്കൗണ്ടഡ്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അബവ് ആൻഡ് ജസ്റ്റ് ബിലോ കണ്ടുപിടിക്കുന്നത്. സോ 96 ഈസ് ഫോർ ദിസ് സോയിൽ ആൻഡ് 106 is again for this soil, but you are taking the property of this particular soil to find the earth pressure. So at interface it is 96 and 106.6. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല, ഇവിടെയും അത് 106.6 ആണ്, and it will continue till the bottom. C വരെ ഇത് കണ്ടിന്യൂ ചെയ്യും this pressure. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഇന്റർഫേസിലുള്ള പ്രഷർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ it is a rectangular pressure distribution till the bottom. It will be the same till the bottom. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം ലെയറിന്റെ വേറെ കണ്ടുപിടിക്കണം. അത് ഞാൻ പറയാം എങ്ങനെയാണ്. Okay, now moving on to the bottom layer where C is at C, where H is equal to 4 meter. So here it is KP2 into, again now the effective stress, the total stress or effective stress. Here it is a submerged case, so there is effective stress also, and this is for the bulk unit weight. അപ്പോൾ ആദ്യത്തെ ലെയറിന്റെ വെയിറ്റ് അറിയാം, അതിന്റെ ഹൈറ്റ് അറിയാം, പ്ലസ് സെക്കൻഡ് ലെയറിന്റെ വെയിറ്റും അതിന്റെ ഹൈറ്റും. സെക്കൻഡ് ലെയർ ഗാമ ഡാഷ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ സാച്ചുറേറ്റഡ് സോയിൽ. ഞാൻ പറഞ്ഞു ഇവിടെ ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടെ ഒരു വാട്ടർ ടേബിൾ ഉണ്ട് വിച്ച് ഇസ് അറ്റ് എ ഡെപ്ത് ഓഫ് 2 meter ഫ്രം ദ ടോപ്പ്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നോട്ട്സ് തരാം. സോ ഹിയർ it is KP2 into gamma H, which is for layer 1, effective stress of layer 1, and this is the stress due to layer 2, gamma dash into H, and plus 2C root KP. So this is the total passive pressure at the bottom. Now ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഓൾറെഡി KP2 gamma H നമ്മളിവിടെ കൺസിഡർ ചെയ്തു, അതുപോലെ ഈ 2C root KP നമ്മളിവിടെ കൺസിഡർ ചെയ്തു. സോ ഓൾറെഡി ദീസ് ടു ടേംസ് ആർ അക്കൗണ്ടഡ് ഫോർ ഫൈൻഡിങ് ദ പ്രഷർ അറ്റ് ദ ബോട്ടം. So only pressure which is to be considered now is this KP2 into gamma dash H, submerged weight into height into KP2. Also there is water in the void, so that water pressure will definitely act as another pressure. So that also should be accounted. അപ്പോൾ already നമുക്ക് ഈ ടേം കണ്ടുപിടിക്കാം. KP2 into gamma H, KP2 is 2.37 into weight of the layer 1, that is 16 into അതിന്റെ height 2, plus KP2 into weight of second layer. Second layer weight is 19 kilonewton per meter cube. That means it is a submerged condition. The saturated ആയതുകൊണ്ട് നമ്മൾ submerged weight ആണ് എടുക്കുന്നത്. Submerged weight എന്തായിരിക്കും? Total unit weight minus the unit weight of water. That is 19 minus 9, which is 9. So 2.37 into 9 into 2 plus 2C root KP. So you have the entire pressure which is 149.29 kilonewton per meter square. അപ്പോൾ ഇതാണ് ഏറ്റവും ബോട്ടത്തിൽ വരുന്ന പ്രഷർ. അപ്പോൾ നമ്മൾ എല്ലാ കേസും കണ്ടുപിടിച്ചു.
ഏറ്റവും ടോപ്പിൽ പ്രഷർ 0 ആയിരിക്കും. പിന്നെ ഇന്റർഫേസിൽ just above the interface 96 ആയിരിക്കും. Just below the interface it is 106.6 and at the bottom it is 149.29 kilonewton per meter square. Along with that, there is a water pressure which is to be accounted, which is 10 into 2. That is, weight of water is 10 kilonewton per meter cube and the height is 2 meter. Ivadella submerged, saturated ivadannottaan. So 10 into 2, 20 kilonewton per meter square. But total pressure at the bottom is 149 plus 20, which is 169 kilonewton per meter square. Now, how will you plot this? അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ രണ്ട് ടേം നമ്മൾ അക്കൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞു. സി ഇൻ ദ നോട്ട് ഹിയർ ടേം 1 ആൻഡ് ടേം 2 ഓൾറെഡി അക്കൗണ്ടഡ് ഇൻ ദ പ്രഷർ അറ്റ് ദ ബോട്ടം ലെയർ. ബിയിൽ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു ഈ ടേമും ഈ ടേമും. ദാറ്റ് ഈസ് 106 ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി കാണിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് ഈ 42 ഇതിന്റെ ബാക്കി, ദാറ്റ് ഈസ് 42.7 plus 20. E term 42.7 is this term, and this water pressure you have to mark in the diagram. Diagram mark himbo. So 106 here, it will continue till the bottom as a rectangular distribution. Then you have triangular distribution of 42.7 for the submerged soil, effective earth pressure due to submerged soil. Then you have the water pressure of 20 kPa or the pore pressure. So this is how you draw the diagram. Now it is usual how to find the total pressure. Appo idinte area edukka ee triangle mottathillulla area edukka moonu area kude add cheya, you will get the pressure as 371.9 kilonewton. So this is the final answer for finding the passive force acting on the retaining wall. Idile engal doubt undo? Hello. Hello. ഇല്ല സാർ കുഴപ്പമില്ല സാർ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. ഇതിന്റെ ഒരു സിമിലർ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ലെക്ചറിലും കവർ ചെയ്തായിരുന്നു. ഞാൻ ആ പ്രോബ്ലം ഒന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പ്രോബ്ലം. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചാണ്. ഇത് 15 മാർക്സിന്. ഇതിലില്ലത് ആ പ്രോബ്ലം ഇതിന്റെ അകത്തൊന്നും. യെസ്, ഈ പ്രോബ്ലം ഇതും ഒരു ഇന്റർഫേസിന്റെ കേസ് കണ്ടീഷൻ തന്നെയാണ്. ഇത് വാട്ടർ ടേബിളിന്റെ എഫക്റ്റ് ഉള്ള കേസാണ്. വാട്ടർ ടേബിളിന്റെ എഫക്റ്റിനകത്ത് സോയില് സെയിം ആയിരിക്കും, പക്ഷെ ഇവിടെ ജസ്റ്റ് ബിലോ പ്രഷർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ 17 ഇവിടെ കണ്ടുപിടിക്കുന്ന തന്നെ ആയിരിക്കും. ഇത് സി വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ഡബിൾ പ്രഷർ വരുന്നില്ല ഈ ലെയറിൽ, ഇന്റർഫേസിൽ. പക്ഷെ രണ്ട് ഡിഫറൻസ് സോയിലിന്റെ ഒരെണ്ണം ഞാൻ സോൾവ് ചെയ്താൽ മതി. ഇവിടെ രണ്ട് ഡിഫറൻസ് സോയിൽ, 35 ആണ് 5 വാല്യൂ, 38. സോ സോയിൽ ഈസ് ചേഞ്ചിങ്. അപ്പൊ ഇവിടെയും സെയിം കണ്ടീഷൻ ആണ് വരുന്നത്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതെ, പി എ ആദ്യം കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് 11.5 ടോപ്പിൽ. അത് കഴിഞ്ഞ് ജസ്റ്റ് ബിലോ ദ ഇന്റർഫേസ് നമ്മൾ എടുക്കുന്ന കെ വാല്യൂ എന്ന് പറയുന്നത് 0.238 ആയിരിക്കും. അപ്പൊ അത് മൂലമുള്ള പ്രഷർ 10.1 ആൻഡ് ദാറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ ബോട്ടം. അപ്പൊ ഈ പ്രോബ്ലം കൂടെ റെഫർ ചെയ്യാം. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ്. വേർ ദർ ഇസ് എൻ ഇന്റർഫേസ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ സെയിം പ്രോബ്ലം. രണ്ട് ഡിഫറൻസ് സോയിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും യൂഷ്വലി എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ്. രണ്ട് ഡിഫറൻസ് സോയിൽ വരുന്ന കേസുകൾ. അതുപോലെ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ഈ പ്രോബ്ലം ആ സെയിം പ്രോബ്ലം ആണ്. 6 മീറ്റർ ഹൈ റിറ്റൈനിങ് വോളിൽ ഇതേ കണ്ടോ. ടോപ്പ് ലെയർ C10 530, ബോട്ടം ലെയർ C0 5 41.8. അപ്പൊ ഇതും ഒരു ഇന്റർഫേസിന്റെ കണ്ടീഷനാണ്. ഇവിടെയും രണ്ട് പ്രഷർ വരും. ഈ ഫിഗർ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഉണ്ടോ, ഇവിടെയും there are two pressures. ഒന്ന് ഇവിടം വരെ ഒരു പ്രഷർ, അത് കഴിഞ്ഞ് ജസ്റ്റ് അബവ് ജസ്റ്റ് ബിലോ. അപ്പൊ ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. ക്ലിയർ ആയില്ലേ? അപ്പൊ എല്ലാ നോട്ട്സും ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഓൾറെഡി കുറച്ച് നോട്ട്സിൽ ഇൻവേഴ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ളത് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഹലോ ഇല്ല സാർ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി റെക്കോർഡഡ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ റെക്കോർഡിങ്സും ഞാൻ യൂട്യൂബ് ലിങ്കിൽ ഷെയർ ചെയ്യാം. അപ്പൊ നോക്കണമെങ്കിൽ ആ റെക്കോർഡിംഗ് ഒന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ ഈ മൊഡ്യൂള് മെയിൻ ഓൾമോസ്റ്റ് 90% ഈ മൊഡ്യൂൾ ഞാൻ കവർ ചെയ്തു. ഇതിന്റെ അകത്ത് ഇനി കവർ ചെയ്യാനുള്ളത് കൊളൂംസ് വെഡ്ജ് തിയറി, അതിന്റെ അസംഷനും, പിന്നെ ഇൻക്ലൈൻഡ് ബാക്ക്ഫിൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അത് അതിന്റെ പ്രഷർ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് ലെങ്തി ഇക്വേഷൻ ആണ്. അതിന്റെ എക്സാമിന് ഞാൻ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് രണ്ടും കൂടി ഒരു വീഡിയോ ലെക്ചർ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ താല്പര്യമുള്ളവർ മാത്രം അത് നോക്കി പഠിക്കാം. ബാക്കിയുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റി കവർ ചെയ്യുന്ന എല്ലാം ഇതുവരെ ഞാൻ ഈ മൊഡ്യൂളിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊളൂംസ് വെഡ്ജ് തിയറി അസംഷൻസ് എല്ലാവരും നോക്കുക വീഡിയോ ലെക്ചറിൽ നിന്ന്. ബാക്കി ഇൻക്ലൈൻ കേസസ് ഒക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ നോക്കുക. കാരണം അത് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്തിട്ട് അങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അത് എക്സാമിന് ചോദിച്ചിട്ടില്ല. എക്സാമിന് സാധാരണ ഇങ്ങനത്തെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പൊ ആ വീഡിയോ ലെക്ചർ ഞാൻ നാളെ മറ്റന്നാളെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് വീക്ക്. അപ്പൊ വേറൊരു കാര്യം കൂടി അനൗൺസ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ 30th വെനസ്ഡേ. ഓക്കെ, വെനസ്ഡേ നിങ്ങൾക്ക് ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ വെനസ്ഡേത്തെ ക്ലാസ് ടെസ്റ്റിനും കൂടി പ്രിപ്പയർ ചെയ്യാം. വെനസ്ഡേ ആസ് യൂഷ്വൽ ഞാൻ വീഡിയോ ലെക്ചർ ഷെയർ ചെയ്യാം തേർഡ് മൊഡ്യൂളിന്റെ. അതിൻ്റെ കൂടെ തന്നെ ക്ലാസ് ടെസ്റ്റും ഉണ്ടാവും. അപ്പൊ ആദ്യം ക്ലാസ് ടെസ്റ്റ് 11:15 ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ് ടെസ്റ്റ് ഒരു 1 hour ക്ലാസ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കാം, അന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ ക്ലാസ്? ഹലോ, ആ സാർ. ഓക്കെ, ശരി എന്നാ. ഓക്കെ സാർ, താങ്ക് യു സാർ. Thank you, sir.